IPL 19 സീസന്റെ തിരശീല ഉയർന്നപ്പോൾ ബാംഗ്ലൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് നിലവിലെ ചാമ്പ്യന്മാരായ RCBയുടെ അപ്രമാദിത്വത്തിനായിരുന്നു. ക്രിക്കറ്റ് പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ഉദ്ഘാടന പോരാട്ടത്തിൽ സൺറൈസ് ഹൈദരാബാദിനെ 6 വിക്കറ്റിന് തകർത്ത് RCB തങ്ങളുടെ കിരീട പ്രതിരോധം ഗംഭീരമായി ആരംഭിച്ചു. ഹോം ഗ്രൗണ്ടിലെ പരിചിത സാഹചര്യങ്ങളെ കൃത്യമായി മുതലെടുത്ത രജത് പാട്ടിദാറും സംഘവും മുൻ ചാമ്പ്യന്മാരായ ഹൈദരാബാദിനെ നിഷ്പ്രഭമാക്കുന്ന പ്രകടനമാണ് പുറത്തെടുത്തത്. മത്സരത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ആധിപത്യം പുലർത്താൻ സാധിച്ചുവെന്നത് RCB ആരാധകർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഹൈദരാബാദിന് തുടക്കത്തിലേ പിഴച്ചു. വെടിക്കെട്ട് ഓപ്പണർ അഭിഷേക് ശർമ്മയുടെ ഫോമില്ലായ്മയാണ് ടീമിനെ ആദ്യം തളർത്തിയത്. T20 ലോകകപ്പ് ഫൈനലിൽ അർദ്ധ സെഞ്ചുറിയുമായി തിളങ്ങിയ അഭിഷേകിൽ നിന്ന് ആരാധകർ വലിയൊരു ഇന്നിംഗ്സാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ 8 പന്തിൽ കേവലം 7 റൺസ് മാത്രം നേടി താരം പവനിലേക്ക് മടങ്ങിയപ്പോൾ ഹൈദരാബാദ് ക്യാമ്പിനെ ഞെട്ടിക്കുകയായിരുന്നു. തന്റെ ഇന്നിംഗ്സിനെതിരെ ഒരു സിക്സർ നേടി താരം പ്രതീക്ഷ നൽകിയെങ്കിലും അത് നീണ്ടുനിന്നില്ല എന്നതാണ് വസ്തുത. RCBക്കായി അരങ്ങേറ്റം കുറിച്ച കിവി പേസർ ജേക്കബ് ഡെഫിയാണ് അഭിഷേകിനെ പുറത്താക്കിയത്. ഡെഫിയുടെ പന്തിനെ സിക്സറിന് പറത്താനുള്ള അഭിഷേകിന്റെ ശ്രമം ടോപ്പ് എഡ്ജായി ഉയരുകയായിരുന്നു. വിക്കറ്റിന് പിന്നിൽ ജിതേഷ് ശർമ്മ യാതൊരു പിഴവുമില്ലാതെ ആ പന്ത് കൈപ്പിടിയിൽ ഒതുക്കിയതോടെ IPL 19 സീസന്റെ ആദ്യ വിക്കറ്റ് പിറക്കുകയായിരുന്നു. അഭിഷേകിന്റെ ശരീരഭാഷയിൽ പഴയ ആത്മവിശ്വാസം പ്രകടമായിരുന്നില്ല എന്നതും ആരാധകരെ നിരാശരാക്കുന്ന കാര്യം തന്നെയാണ്. തൊട്ടു പിന്നാലെയെത്തിയ നിതീഷ് കുമാർ റെഡ്ഡിയും നിരാശപ്പെടുത്തി. നേടാനായത് 1 റൺസ് മാത്രമായിരുന്നു. ഡെഫിയുടെ പന്തിൽ തന്നെ താരം പുറത്തായത് ഹൈദരാബാദിനെ സമ്മർദ്ദത്തിലാക്കി. പവർ പ്ലേക്കുള്ളിൽ തന്നെ ഹൈദരാബാദിന്റെ 3 നിർണായക വിക്കറ്റുകൾ വീഴ്ത്താൻ RCB ബൗളർമാർക്ക് സാധിച്ചു. ക്യാപ്റ്റൻ രജത് പാട്ടിദാറിന്റെ ബൗളിംഗ് മാറ്റങ്ങൾ അക്ഷരം പ്രതി ശരിവെക്കുന്നതായിരുന്നു ജേക്കബ് ഡെഫിയുടെ തകർപ്പൻ സ്പെൽ. ബാറ്റിംഗ് പറുദീസയായ ചിന്നസ്വാമിയിൽ കൃത്യമായ ലൈനും ലെങ്ത്തും പാലിച്ച് RCB ബൗളർമാർ ഹൈദരാബാദ് നിരയെ ശ്വാസം മുട്ടിച്ചു. എന്നാൽ 4ാം വിക്കറ്റിൽ ഒന്നിച്ച ക്യാപ്റ്റൻ ഇഷാൻ കിഷനും എൻഡ്രിച്ച് കാസ്റ്റിനും ചേർന്ന് ഹൈദരാബാദിനെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഇരുവരും ചേർന്ന് വെറും 53 പടുത്തുയർത്തിയത് 97 റൺസിന്റെ കൂട്ടുകെട്ടായിരുന്നു. അത് ഹൈദരാബാദ് ഇന്നിംഗ്സിന്റെ നട്ടെല്ലായി മാറി. അവസാന ഓവറുകളിൽ അനികേത് നടത്തിയ വെടിക്കെട്ട് ഫിനിഷിങ്ങും എടുത്തു പറയേണ്ടതാണ്. 18 പന്തിൽ 43 റൺസാണ് താരം അടിച്ചുകൂട്ടിയത്. നിശ്ചിത ഓവറിൽ ഇഷാൻ കിഷാന്റെ ഓറഞ്ച് ആർമി 201 എന്ന വെല്ലുവിളി ഉയർത്തുന്ന സ്കോർ RCBക്ക് മുന്നിൽ വെക്കുകയാണ്. 202 റൺസ് എന്ന വലിയ ലക്ഷ്യം പിന്തുടരാനിറങ്ങിയ RCBക്ക് പക്ഷേ യാതൊരു പരിഭവമില്ലായിരുന്നു. ചേസ് മാസ്റ്റർ വിരാട് കോഹ്ലിയുടെ ക്ലാസിക് ഇന്നിംഗ്സും മലയാളി താരം ദേവദത്ത് പടിക്കലിന്റെ പ്രഹരശേഷിയും മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റി. 38 പന്തിൽ 5 ഫോറും 5 സിക്സും സഹിതം 69 റൺസുമായി കോഹ്ലി പുറത്താകാതെ നിന്ന് ടീമിനെ വിജയത്തിലേക്ക് നയിച്ചു. കുറച്ചുകാലം കളത്തിന് പുറത്തിരുന്ന കോഹ്ലിയുടെ പ്രകടനം എടുത്തു പറയേണ്ടതായിരുന്നു. എന്നാൽ മത്സരത്തിലെ താരം ദേവദത്ത് പടിക്കലായിരുന്നു. വെറും 26 പന്തിൽ 61 റൺസ് അടിച്ചുകൂട്ടിയ താരം ഹൈദരാബാദ് ബൗളർമാരെ നിലം പരിശരാക്കി. 7 ഫോറുകളും 4 സിക്സറുകളുമാണ് പടിക്കലിന്റെ ബാറ്റിൽ നിന്ന് ചിന്നസ്വാമി സ്റ്റേഡിയം കണ്ടത്. ക്യാപ്റ്റൻ രജത് പാട്ടിദാർ 12 ബോളിൽ 31 റൺസും നേടുന്നുണ്ട്. കൃത്യമായ പ്ലാനിങ്ങോടെ കളിച്ച RCB വെറും 15.4 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. ബൗളിങ്ങിൽ അരങ്ങേറ്റക്കാരൻ ജേക്കബ് ഡെഫിയും റൊമാരിയോ ഷേപ്പേർഡും 3 വിക്കറ്റുകൾ വീതം വീഴ്ത്തി മികച്ച പ്രകടനം നടത്തി. ഹൈദരാബാദ് ബൗളർമാരുടെ പോരാട്ടം RCBയുടെ ബാറ്റിംഗ് കരുത്തിന് മുന്നിൽ നിഷ്പ്രഭമായി പോയി. കിരീടധാരികളെന്ന പട്ടം നിലനിർത്താൻ രാജാവും കൂട്ടരും രാജകീയമായി തന്നെ വരവറിയിക്കുകയാണ്. ഈ സീസണിലെ ആദ്യ മത്സരത്തിൽ തന്നെ RCB തങ്ങൾ എന്തുകൊണ്ട് ഡിഫെൻഡിംഗ് ചാമ്പ്യന്മാരാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. ആദ്യമേ 3 വിക്കറ്റുകൾ വീണിട്ടും 200 കടക്കാൻ SRHന് സാധിച്ചു എന്നത് അവരുടെ ബാറ്റിംഗ് കരുത്ത് വ്യക്തമാക്കുന്നു. അഭിഷേകിന്റെ ഫോം ഔട്ട് തുടരുന്നുണ്ടെങ്കിലും ഇഷാൻ കിഷാൻ, കാസ്റ്റൺ എന്നിവരുടെ പാർട്ണർഷിപ്പ് അവർക്ക് കരുത്തായി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കിഷാന്റെ ബാറ്റിംഗിൽ വലിയ പുരോഗതി കാണാനുണ്ട്. സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തും പക്വതയോടെയും കളിച്ച കിഷാനൊപ്പം അങ്കിത് വർമ്മയുടെ ഫിനിഷിങ്ങും കൂടിയായപ്പോൾ അവർ സ്കോർ 200 കടത്തി. ബൗളിങ്ങിൽ RCBയുടെ ഡെഫി ഇഫക്റ്റായിരുന്നു കാണാൻ സാധിച്ചത്. ഹേസൽവുഡിന് പറ്റിയ പകരക്കാരനാണ് ജേക്കബ് ഡെഫി എന്ന് അദ്ദേഹം തെളിയിക്കുന്നുണ്ട്. തുടക്കത്തിലെ വിക്കറ്റുകൾ വീഴ്ത്തിയത് വലിയ ആശ്വാസമായി.
അതേസമയം HRHന്റെ ബൗളിംഗ് ഇപ്പോഴും വലിയൊരു ചോദ്യചിഹ്നമാണ്. പാറ്റ് കമ്മിൻസ് ഉണ്ടെങ്കിലും അവരുടെ അറ്റാക്കിന് മൂർച്ച പോരാ. 250 അടിച്ചാലും മികച്ച ബൗളിംഗ് ഇല്ലാതെ അവർക്ക് ജയിക്കാൻ പാടായിരിക്കും. റൺ ചേസിൽ സാൾട്ട് നേരത്തെ പുറത്തായിരുന്നുവെങ്കിലും ദേവദത്ത് പടിക്കൽ മുസ്താഖ് അലി ട്രോഫിയിലെ ഫോം ഇവിടെയും തുടർന്നു. 200+ സ്ട്രൈക്ക് റേറ്റിലുള്ള ആ ബാറ്റിംഗ് ഗംഭീരമായിരുന്നു. രജത് പാട്ടിദാറിന്റെ ഫോം തിരിച്ചു കിട്ടിയതാണ് ഏറ്റവും വലിയ പോസിറ്റീവ്. ആദ്യ പന്ത് മുതൽ അദ്ദേഹം പന്ത് മിഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ക്യാപ്റ്റൻസിക്ക് പുറമെ ബാറ്റിങ്ങിലും അദ്ദേഹം മാസ് കാണിച്ചു. കഴിഞ്ഞ IPL സീസണിൽ പാട്ടിദാറിന്റെ ബാറ്റിംഗ് ഫോം വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. ടീമിന് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് ആ പഴയ പാട്ടിദാർ ടച്ച് മിസ്സായിരുന്നുവെന്നത് കഴിഞ്ഞ വർഷത്തെ വലിയൊരു പോരായ്മയായിരുന്നു. എന്നാൽ ഈ വർഷത്തെ ആദ്യ കളിയിൽ തന്നെ അദ്ദേഹം ആ വിമർശനങ്ങൾക്കെല്ലാം മറുപടി നൽകി. ആദ്യ പന്ത് മുതൽ തന്നെ എല്ലാ ഷോട്ടുകളും കൃത്യമായി മിഡിൽ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ക്യാപ്റ്റൻസിയിൽ അദ്ദേഹം മിടുക്കനാണെന്ന് നമുക്കറിയാം. പക്ഷേ ബാറ്റിങ്ങിൽ കൂടി അദ്ദേഹം ഫോമിലേക്ക് വന്നത് RCBയുടെ കരുത്ത് ഇരട്ടിയാക്കുകയാണ്. വിരാട് കോഹ്ലിയുടെ കംബാക്കും എടുത്തു പറയേണ്ടതാണ്. കോഹ്ലി ഇന്ന് തൻ്റെ സ്വാഭാവിക ശൈലിയിൽ ബാറ്റ് ചെയ്തു. ആ ഇലഗൻസ്, ആ ടൈമിംഗ്, ആ ആത്മവിശ്വാസം എല്ലാം എടുത്തു പറയേണ്ടതാണ്. എങ്കിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഷോട്ട് ഡെലിവറികളിൽ കോഹ്ലി അല്പം പ്രയാസപ്പെടുന്നത് പോലെ തോന്നുന്നുണ്ട്. ഓഫ് സൈഡിലെ ഷോർട്ട് ബോളുകൾ വരും ദിവസങ്ങളിൽ മറ്റു ടീമുകൾ അദ്ദേഹത്തിനെതിരെ ആയുധമാക്കാൻ സാധ്യതയുണ്ട്. ബാംഗ്ലൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ സ്പിന്നർമാർക്ക് വലിയ റോളില്ല. അതുകൊണ്ട് സുയാഷ് ശർമ്മക്ക് പകരം മങ്കേഷ് അല്ലെങ്കിൽ വെങ്കിടേഷ് എന്നിവരെ ഉൾപ്പെടുത്തുന്നത് ബൗളിംഗ് കുറച്ചുകൂടെ ബാലൻസ്ഡ് ആക്കാൻ സഹായിക്കും. 6ാം ഓവർ കഴിഞ്ഞപ്പോൾ തന്നെ വിജയമുറപ്പിച്ച ഒരു വൺ സൈഡ് ഗെയിമായിരുന്നു ഈ മത്സരം. ഡിഫൻഡിംഗ് ചാമ്പ്യന്മാരെന്ന നിലയിൽ ആധികാരികമായ തുടക്കമാണിത്. ഇത്തവണയും ശക്തമായ ഒരു ടീമുമായിട്ടാണ് RCB വന്നിരിക്കുന്നത്. എല്ലാ പൊസിഷനിലും കളിക്കാൻ പറ്റുന്ന കളിക്കാരാണ്. അവരുടെ അഭാവത്തിൽ പകരമിറങ്ങാൻ കഴിയുന്ന ശക്തമായ ബാക്കപ്പുകൾ. 2026 IPLിലെ ആദ്യ മത്സരം കളിക്കാനിറങ്ങുന്നതിന് മുമ്പ് ക്യാപ്റ്റൻ രജത് പാട്ടിദാർ വളരെയധികം ആത്മവിശ്വാസത്തോടെ പറഞ്ഞ കാര്യമാണിത്. T20 റാങ്കിങ്ങിൽ ഒന്നാമതായിരുന്ന ജേക്കബ് ഡെഫി എന്ന ന്യൂസിലാൻഡ് പേസർക്ക് കഴിഞ്ഞ വർഷം ജോസ് ഹേസൽവുഡ് കൊണ്ടുവന്ന അതേ രീതിയിലുള്ള ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിച്ചിരിക്കുന്നു. ഹൈദരാബാദിന്റെ മുൻനിരയിലുള്ള കൂറ്റിനടിക്കാരെ പവനിലേക്ക് പറഞ്ഞുവിട്ട ഡെഫി RCBക്ക് വലിയ ബ്രേക്ക് ത്രൂ ആണ് നൽകിയത്.